Hi students, Design of Machine Elements 1-ൻ്റെ മൊഡ്യൂൾ 2-ൻ്റെ ലെക്ചർ 2-ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ലെക്ചറിൽ തിയറീസ് ഓഫ് ഫെയിലിയറിനെ കുറിച്ച് സാമ്പിൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ഔട്ട് ചെയ്യുകയാണ്. സോ എ ബോട്ട് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ ലോഡ് ഓഫ് 30 kilonewton and a shear load of 16 kilonewton. Determine the size of the bolt if the yield strength of the material is 400 Newton per mm square and take a factor of safety of 4. So, question എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? A bolt is subjected to an axial load of 30 kilonewton. So that means they are given the axial load FA. A means axial load is given as 30 kilonewton. FA is equal to 30 kilonewton and a shear load FS. Shear load means FS, shear load of 16 kilonewton. We need to determine the size of the bolt. Size of the bolt means the diameter of the bolt. If the material strength sigma y, they are given as material strength, yield strength is given as 400 megapascal, and they are saying that take a factor of safety of 4. That means n value equal to 4. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഗിവൺ ഡേറ്റ ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? വന്റെ വർക്കിംഗ് സ്ട്രെസ് സിഗ്മ ഇ ഈസ് നത്തിങ് ബട്ട് സിഗ്മ വൈ ബൈ എൻ. So that will be 400 divided by 4, that is 100 megapascal. So this is the design stress. സോ ഇവിടെ നമുക്ക് മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ഡയറക്റ്റ് തന്നിരിക്കുക. ചില കേസിൽ നമുക്ക് മെറ്റീരിയലിൻ്റെ ഗ്രേഡ് മാത്രം പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പൻഡിക്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്രേ കാസ്റ്റ് അയണിൻ്റെയോ എല്ലാം ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈൽഡ് സ്ട്രെങ്ത്. അപ്പം സ്റ്റീലാണെങ്കിൽ ഈൽഡ് സ്ട്രെങ്തും ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്തും വേണം എടുക്കാൻ. ഇപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ ടേബിളൊക്കെ നോക്കുകയാണ്, അതായത് സ്റ്റീലിൻ്റെയൊക്കെ ടേബിൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് വാല്യൂ ഉണ്ട്, ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, ഈൽഡ് സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് വേണ്ടുന്ന ഈൽഡ് സ്ട്രെങ്ത് ആണ്. ഈൽഡ് സ്ട്രെങ്ത് വേണം സിഗ്മ വൈ ആയിട്ട് എടുക്കാൻ. ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് മാത്രമേ ആണോ, അതായത് അൾട്ടിമേറ്റ് വാല്യൂ മാത്രമേ ഉള്ളൂ, ആ വാല്യൂ നമ്മൾ എടുത്താൽ. അപ്പോൾ ഈ കേസിൽ അവർ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഇറ്റ് ഈസ് ഡിസൈൻ സ്ട്രെസ് ഈസ് സിഗ്മ ഇ ഈസ് നത്തിങ് ബട്ട് സിഗ്മ വൈ ബൈ എൻ. സോ ദെൻ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ലോഡുകളാണ്, ആക്സിയൽ ലോഡും ഉണ്ട്, ഷിയർ ലോഡും ഉണ്ട്. സോ ആക്സിയൽ ലോഡ് മീൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ ലോഡ് മീൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഷിയർ സ്ട്രെസ്. അപ്പോൾ ഇവിടെ ലോഡാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ആക്സിയൽ സ്ട്രെസ് സിഗ്മ ഇറ്റ് വിൽ ബി സിഗ്മ എക്സ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് എ ഡിവൈഡഡ് ബൈ എ. ആക്സിയൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ആക്സിയൽ ഫോഴ്സ് ഈസ് ഇൻ kilonewton, so I am converting it into Newton. 30 into 10 raised to 3 divided by ബോൾട്ടിന് ഡയമീറ്റർ. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് പൈ ബൈ 4 d സ്ക്വയർ, വെയർ d is the unknown. So we need to determine the size d. So which is equal to, നമുക്ക് എത്ര വരും? It comes around 38197.18 divided by d square. That much Newton per mm square. യൂണിറ്റ് എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. കാര്യം എഫ് ന്യൂട്ടണിലും ഏരിയ mm സ്ക്വയറിലാണ്. ഡയമീറ്റർ നമ്മൾ എന്തിലാണെന്ന് വിചാരിക്കുന്നത്? ഡി ഈസ് ഇൻ mm എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ സിമിലർലി ടോ വാല്യൂ, ഷിയർ സ്ട്രെസ് വാല്യൂ, ദാറ്റ് ഈസ് ടോ എക്സ് വൈ വാല്യൂ ക്യാൻ ബി ഡിറ്റർമിൻഡ് ആസ് ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദ ക്രോസ് സെക്ഷൻ ഏരിയ, ആൻഡ് ദി ഷിയർ ഫോഴ്സ് ഈസ് ഗിവൺ ആസ് 16 kilonewton. സോ 16 into 10 raised to 3 divided by pi by 4 into d square. So tau xy value, or the tau value is obtained as around as 20371.83 divided by d square Newton per mm square. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഴയ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1-ൻ്റെ പോർഷനിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും യൂഷ്വലി നമുക്ക് വരുന്നത്, ഇതുപോലെയുള്ള ഏതെങ്കിലും കോമ്പിനേഷൻസ്. ഇവിടെ നമുക്ക് സിഗ്മ വാല്യൂം ടോ വാല്യൂം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എനിക്ക് രണ്ട് ലോഡുകളിൽ ഒരു ലോഡ് നോർമൽ സ്ട്രെസ്, ഒരു ലോഡ് എന്താണ് ഷിയർ സ്ട്രെസ്സുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എനിക്ക് എന്തില്ല, സിഗ്മ വൈ വൈ വാല്യൂ ഇല്ല. സോ ഈ രണ്ട് വാല്യൂ വെച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഏത് ഇക്വേഷൻസ് എടുക്കും? ഇക്വേഷൻസ് 1.8 C ആൻഡ് D, പേജ് നമ്പർ 5. So from there we can write sigma 1 is equal to
sigma xx plus sigma yy divided by 2 plus root of sigma xx minus sigma yy by 2 the whole square plus tau xy square. So substituting these two values into this equation, നമുക്ക് അറിയാം sigma y വാല്യൂ ഇല്ല, അതുകൊണ്ട് അത് നമ്മൾ 0 ആയിട്ട് വിചാരിച്ചാൽ അതങ്ങ് പോയി. So sigma xx divided by 2, that means 38197.18 d square divided by 2. അപ്പോൾ എന്താ ഇതിനെ എന്താ 2d സ്ക്വയറിന് എഴുതുന്നതിന് തുല്യമാണ്. സോ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഞാൻ വാല്യൂസ് അങ്ങ് ഡയറക്റ്റ് അങ്ങ് എഴുതുവാണ്. 38197.18 divided by d square, that is our sigma xx, divided by 2, so that is the value, plus root of sigma xx by 2, ഈ വാല്യൂവിൻ്റെ തന്നെ സ്ക്വയർ. സോ സ്ക്വയർ ഇടാൻ നിങ്ങൾ മറന്നു പോയത്, എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. 18 divided by 2 d square the whole square plus tau xy. Tau xy is this much value, so 20371.83 divided by d square the whole square and root. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ബൈ ഡി സ്ക്വയർ എന്നുള്ള ഫോമുല ആയിരുന്നു. ഇവിടെ ബൈ ഡി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ d raised to 4 ഡിനോമിനേറ്ററിൽ d raised to 4 തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് റൂട്ട് എടുക്കുമ്പോൾ d raised to 4ൻ്റെ ഇത് പോയി കഴിയുമ്പോൾ എന്തായി d സ്ക്വയർ ആയി. സം വാല്യൂ ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്നാവും ഈ ടൈം. അപ്പോൾ ഇവിടെയും എന്താണ് ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്നുള്ള ഫോം, രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ വെൻ ആഡിങ് വി വിൽ ഗെറ്റ് sigma 1 as 47022.91 divided by d square. That's meant Newton per mm square. So this is sigma 1. Similarly നമ്മളിവിടെ മൈനസ് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ 2 വാല്യൂ കിട്ടും. ആൻഡ് സിഗ്മ 2 വാല്യൂ ഞാൻ ഡയറക്റ്റ് ചെയ്തത് അങ്ങ് എഴുതുവാണ്. നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തന്നെയാണ് വരുന്നത്. 8825.729 ഡിവൈഡഡ് ബൈ d സ്ക്വയർ, ദാറ്റ് മച്ച് ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതൊരു 2 ഡയമെൻഷണൽ ലോഡിംഗ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സിഗ്മ 1ഉം സിഗ്മ 2 വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് വാല്യൂയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് വാല്യൂ നമുക്ക് ഡിസൈൻ സ്ട്രെസ് സിഗ്മ ഇ എത്രയായിരുന്നു കിട്ടിയത്? 100 MPa എന്നായിരുന്നു കിട്ടിയത്. സോ ഈ രണ്ട് വാല്യൂസും വെച്ചുകൊണ്ട് നമുക്ക് ഓരോ തിയറിയും അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ വളരെ സിമ്പിളാണ്, തെറ്റിക്കരുത്. നമ്പർ വളരെ ശ്രദ്ധിച്ച് മാത്രം ശ്രദ്ധിക്കുക. പലപ്പോഴും പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു ഇതാണ്, ഇവിടെ ഈ വാല്യൂ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പക്ഷേ സ്ക്വയർ ചെയ്യാൻ മറന്നു. ഇവിടെ അതുപോലെ തന്നെ സ്ക്വയർ ചെയ്യാൻ മറന്നു. നിങ്ങൾ സ്ക്വയർ ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. വെറുതെ 10-12 മാർക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലം തെറ്റിക്കരുത്. സോ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളുടെ മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി അല്ലേ. മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി അനുസരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് തിയറി, ഞാൻ പേരൊന്നും എഴുതുന്നില്ല, നിങ്ങളങ്ങ് എഴുതിക്കൊണ്ടാൽ മതി. മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി ഇക്വേഷൻ ഏതായിരുന്നു? 2.8a പേജ് 21. അതിൽ പറയുന്നുണ്ട് സിഗ്മ ഇ ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു, സിഗ്മ 1 ആണെന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് സിഗ്മ ഇ നമുക്കറിയാം എത്രയാണ്? 100 ആണ്. 100 ഈക്വൽ ടു സിഗ്മ 1ൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 47022.91 divided by d square. Therefore d equal to d square വരും, 100 വന്നു, സ്ക്വയർ റൂട്ട് എടുക്കുന്നു. സോ d value is obtained as 21.68 mm. This is the diameter based on the normal stress theory. So similarly second one, maximum normal strain theory. Normal strain theory or Sven-Venance theory. We have equation 2.8b page number 21. Sigma E is equal to sigma 1 minus mu times sigma 2. So in here the strain value is not specified. ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടൊരു വാല്യൂ അസ്യൂം ചെയ്യണം. യൂഷ്വലി പോയ്സോൺസ് റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ യൂഷ്വലി 0.3 എന്നോ 0.25 എന്നോ അസ്യൂം ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോഴും ഡിസൈൻ ആൻസേഴ്സ് ഇപ്പം പലരും പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളും പലരും ചോദിക്കാറുണ്ട് ഡിസൈൻ്റെ ആൻസർ ഉണ്ടോ, ആൻസർ കീ ഉണ്ടോ, ആൻസർ കീ ഉണ്ട്. ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന് ആൻസർ കീ ഇല്ല, സ്കീം മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെ ഞാൻ കണ്ടില്ലേ ഒരു അസംഷൻ വന്നു 0.3 എന്നുള്ളത്. ഇപ്പോൾ വേറൊരാൾ 0.2 ആയിരിക്കും എടുക്കുന്നത്, ചിലർ 0.25 ആയിരിക്കും എടുക്കുന്നത്, ചിലർ 0.33 ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അവിടെ ചെക്ക് ചെയ്യുന്ന എന്താ, ഈ പ്രൊസീജിയർ കറക്റ്റ് ആണോ എന്നുള്ളതാണ് വെയിറ്റേജ് കൂടുതൽ. അതുകൊണ്ട് പ്രൊസീജിയർ കറക്റ്റ് ആക്കാൻ നോക്കുക.
ഫൈനൽ ആൻസറിന് വേണ്ടി ശ്രമിക്കാതെ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതെ, അതായത് ആൻസർ കീ തപ്പി നടക്കാതെ സ്വന്തമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കാര്യം ഇത് അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ സമയം കൂടുതൽ പിടിക്കും. സോ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. സോ 100 ഈസ് ഈക്വൽ ടു സിഗ്മ 1 47022.91 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ മൈനസ് 0.3 ഇൻറ്റു വേറൊരാൾക്കൂടെ 0.3 എടുക്കുന്നില്ല, 0.2 കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, സിഗ്മ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സിഗ്മ 2 വാല്യൂ ഈസ് മൈനസ് 8825.729 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. സോ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും, പ്ലസ് ആവും. ഡിനോമിനേറ്റർ ഈ രണ്ടെണ്ണം ഡി സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂമറേറ്ററുള്ള വാല്യൂസ് ആഡ് ചെയ്യുക. ദെൻ ഫൈൻഡ് ഔട്ട് ദി ഡി വാല്യൂ. ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു സം വാല്യൂ കിട്ടും, അതിൽ ഡി കണ്ടുപിടിക്കുക. സോ ഡി വാല്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ആസ് 22.286 mm എന്ന് കിട്ടും. സോ രണ്ടാമത്തെ തിയറി നമ്മൾ അപ്ലൈ ചെയ്തു. ദെൻ മൂന്നാമത്തെ തിയറി ഏതാണ്, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. അപ്പോൾ മൂന്നാമത്തെ തിയറി ഞാൻ എഴുതി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. സോ ദ തേർഡ് തിയറി, maximum shear stress theory. According to maximum shear stress theory, equation 2.8c, page number 22 ആണ് ഇതും, page number 22. So according to this theory, sigma E is equal to sigma 1 minus sigma 2. കാര്യം ഇത് 2-dimensional പ്രോബ്ലം ആണ്, ഈ രണ്ട് വാല്യൂസേ ഉള്ളൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ്. 47022.91 divided by d square minus 8825.729 divided by d square. So that value is equal to sigma E. Sigma E is nothing but 100. So find out the diameter. So the diameter will be obtained as around 23.63 mm. So this is the diameter based on maximum shear stress theory. Now comes the fourth theory. Fourth theory is nothing but the maximum shear energy theory. Maximum shear energy theory or distortion energy theory. Shear energy theory or distortion energy theory. Equation 2.8d. Equation 2.8d, page number 22. According to this theory, sigma E is nothing but sigma 1 square plus sigma 2 square minus sigma 1 sigma 2 the whole root. So that is 100 is equal to, അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡും അങ്ങ് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ റൂട്ട് അങ്ങ് പോകും. അപ്പോൾ സ്ക്വയർ ചെയ്തെഴുതുകയാണെങ്കിൽ എനിക്ക് എന്താ, സിഗ്മ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു sigma 1 square plus sigma 2 square minus sigma 1 sigma 2. So 100 square is equal to, value is 472022.91 divided by d square the whole square plus minus 8825.729 divided by d square minus 47022.91 by d square into minus 8825.729 divided by d square. So ഇവിടെ നമുക്ക് d raised to 4ൻ്റെ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ വാല്യൂ അറൗണ്ട് എല്ലാം ആഡ് ചെയ്താൽ മതി, ഡിനോമിനേറ്ററിലെല്ലാം d raised to 4 വരും. സോ ദാറ്റ് വിൽ ബി 2.074 into 10 raised to 9 divided by d raised to 4, which implies d raised to 4 is equal to 2.704 into 10 raised to 9 divided by 100 square. സോ ഇവിടെ അറിയാൻ മേലാത്തവർ രണ്ട് പ്രാവശ്യം റൂട്ട് സ്ക്വയർ റൂട്ട് എടുക്കാൻ അറിയില്ല. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ, ഇപ്പോൾ എൻ്റെ ഈ കാൽക്കുലേറ്ററില്ല, 4 ഇൻറ്റു റൂട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. 4 ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സ്ക്വയർ റൂട്ടിന് മേളിലാണെന്ന് തോന്നുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ആ വാല്യൂ എടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതിപ്പോൾ d raised to 4 ആയതുകൊണ്ട് ഫസ്റ്റ് ഒരു സ്ക്വയർ റൂട്ട് എടുത്തിട്ട് പിന്നെ ഒരു സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാലും ആൻസർ കിട്ടും. So then find out the value of d. D value is obtained as 22.80 mm. And finally the maximum strain energy theory. Maximum strain energy theory equation 2.8e, page number 22. So according to this theory, sigma E is equal to sigma 1 square plus sigma 2 square minus 2 mu sigma 1 sigma 2. തൊട്ട് മുന്നേ നമ്മൾ മ്യൂ 0.3 തന്നെ എടുത്തതുകൊണ്ട് ഇവിടെയും 0.3 തന്നെ എടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. ദെൻ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യും, സം വാല്യൂ ഡിവൈഡഡ് ബൈ d raised to 4 എന്നുള്ള ഫോമിൽ വരും. therefore d is equal to എന്ത് വരും, 22.44 mm എന്ന് വരും.
അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങൾ ചെയ്തു വരുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, 4 കേസിലും ഫസ്റ്റ് കേസിൽ 21, 22, 23 ആൻഡ് അഗെയിൻ 22, 22. അപ്പം 21, 22, 23 ആ റേഞ്ചിൽ തന്നെയാണ് എന്തിരിക്കുന്നത്, ഡയമീറ്റർ ഇരിക്കുന്നത്. ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഒരിടത്ത് 20 കിട്ടി ഒരിടത്ത് 70 100 കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് യുവർ ആൻസർ ഈസ് റോങ്. അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് വലിയ ആൻസർ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എവിടെയോ ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പം ഞാനൊരു സാമ്പിൾ പ്രോബ്ലം ചെയ്ത് കാണിച്ച് നോക്കി, 5 തിയറി യൂസ് ചെയ്താലും അറൗണ്ട് 21, 22, 23 ആ റേഞ്ചിൽ തന്നെ ഒരേ റേഞ്ചിൽ തന്നെയാണ് ആൻസർ കിട്ടിയത്. അല്ലാതെ 20 കിട്ടിയിട്ട് എനിക്ക് 40 50 60 ഒന്നല്ല കിട്ടുന്നത്. ഒരു ആൻസർ കിട്ടിയാൽ അതിനോട് ചേർന്ന റേഞ്ചിൽ തന്നെ വലിയ ഡിഫറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടണം. ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് റോങ്. സോ ഫസ്റ്റ് സാമ്പിൾ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ സാമ്പിൾ പ്രോബ്ലം ആയിട്ട് അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു ആൾ.